അസ്സലാമലൈക്കും. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കായിട്ട് നല്ലൊരു സ്നാക്ക് റെഡിയാക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്താണെന്ന് കണ്ടു നോക്കാം. ഒട്ടും നനവില്ലാത്ത ഒരു പാത്രം എടുക്കുക. അതിലോട്ട് ഇളം ചൂട് വെള്ളം ഒഴിക്കുക. അരക്കപ്പ്. ചൂട് കുറയാനോ കൂടാനോ പാടില്ല കേട്ടോ. തിളച്ച വെള്ളം ഒഴിക്കരുത്. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കറക്റ്റായിട്ട് 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിപ്പോൾ എടുക്കുന്നുള്ളത്. 1 ടീസ്പൂണ് അത്രയും മതി. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കലക്കിയെടുക്കണം. ഈസ്റ്റ് ഒന്ന് മുഴുവനായിട്ട് കലങ്ങിയതിന് ശേഷം മാത്രം മറ്റ് ചേരുവകൾ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റൊക്കെ കലങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. മുട്ടയും ഒന്ന് കലങ്ങി കിട്ടണം. സ്പൂൺ വെച്ചിട്ട് കലക്കിയാൽ മതി, മിക്സിയിലിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് കേട്ടോ. കൂടിപ്പോവരുത്, ഇത്രയും മതി. വീണ്ടും ഒന്ന് ഉപ്പ് കലക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് 1 കപ്പ് മൈദാപ്പൊടി അതാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കിയെടുക്കണം. സ്പൂൺ കൊണ്ട് കലക്കിയാൽ ശരിയാവില്ല. നല്ല ലൂസിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് ഒരു 1/4 കപ്പ് മൈദാപ്പൊടി ചേർക്കണം. ടോട്ടലി 280 കപ്പ് അളവാണെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇല്ലെങ്കിൽ നമുക്കൊരു കട്ടിയായിട്ടുള്ള ചപ്പാത്തിക്കൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ഡോ ആക്കി മാറ്റണം. അപ്പോൾ അതിന് നിങ്ങളുടെ മുട്ടയ്ക്ക് വെള്ളത്തിനനുസരിച്ചിട്ടുള്ള പൊടി കൂടി ചേർത്ത് കൊടുക്കണേ. സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മാത്രം ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലായിടത്തും ഇതൊന്ന് മിക്സായി കിട്ടും. നല്ലോണം ഒന്നും കൂടി കുഴച്ചെടുക്കുക. ഈ ബട്ടർ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറയുന്നത്. നമുക്കൊരു പ്ലാസ്റ്റിക് കവറിലോട് പൊതിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്കും ഇത് നല്ലോണം ഒന്ന് പൊങ്ങി വരും. അതിനായിട്ടാണ് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് മാറ്റിയതിന് ശേഷം നമുക്കിതിൽ നിന്നൊന്ന് എടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. അത് സോഫ്റ്റായിട്ട് തന്നെ ഇതേപോലെ കിട്ടണം കേട്ടോ. ടോപ്പിൽ ഒരല്പം മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുത്താൽ മതി. ആദ്യം ഈ പൊടി ചുറ്റിലൊന്നാക്കി കൊടുത്തിട്ട് നമുക്ക് റോളർ കൊണ്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ ഒന്ന് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അറ്റമൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് ഷേപ്പില്ല, ഇതേപോലെ ഇങ്ങനെ കത്തി കൊണ്ടോ ഇതേപോലെ പിസ്സ കട്ടർ കൊണ്ടോ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനൊന്ന് റോൾ ചെയ്തെടുക്കണം. വെച്ചതിന് ശേഷം നമുക്ക് ഇതിൽ കാണുന്നത് പോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇതിങ്ങനെ ഒന്നും കൂടി കാണിച്ചു തരാം. നമുക്ക് ഈ ഷേപ്പിൽ ഇതിനൊന്ന് കിട്ടും. ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി അങ്ങനെ വെച്ച് കൊടുത്താൽ ഒന്നും കൂടി ഇതൊന്ന് വീർത്ത് വരും. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. കൂടുതൽ സമയം ഓയിൽ ചൂടാവേണ്ട, ഇളം ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഓയിൽ ഇളം ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഇളം ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെയെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ ഈ സൈഡിലോട്ടായിട്ട് ഒരു ഹോളിട്ട് കൊടുക്കണം. ഇതേപോലെ സ്പൂൺ വെച്ചിട്ടോ ഇങ്ങനെ ഹോളിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ന്യൂട്ടെല്ല ഉണ്ടാവുമല്ലോ എല്ലാവരും വീട്ടിലും, അത് നമുക്ക് ഇങ്ങനെ ഒന്ന് പൈപ്പിംഗ് ബാഗിലോട്ടാക്കിയിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഇതിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ആക്കണം നിർബന്ധമില്ല. എന്നാൽ കുട്ടികൾക്ക് ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഇതിനകത്തേക്ക് ആക്കി കൊടുക്കുന്നുള്ളത്. എല്ലാത്തിനും അകത്ത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് വരാം.
കടലക്ക് പകരം നിങ്ങൾക്ക് ജാമോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. അതാ ഇതേപോലെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.